എന്നാൽ ഞങ്ങളെ മാർക്കറ്റ് വരെ ഒന്നും പോയില്ല. ചില സാധനം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. നിങ്ങളെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിട്ടല്ല ഞങ്ങൾ ബൈക്കിന് പോകുന്നത് കേട്ടോ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതും കൊണ്ടുപോയ സാധനമല്ലേ എങ്ങനെ കൊണ്ടുവരും? അതൊക്കെ ഞങ്ങൾ എങ്ങനെയും കൊണ്ടുവന്നോളാം. തമിഴ്ക്കാർ ഒരു സ്കൂട്ടിയാൽ 2 പശു, 5-6 ആട്, പിന്നെ പുല്ലിങ്കട്ട്, ഒത്തിരി സാധനം കൊണ്ടുപോകും. നമുക്കൊരു സഞ്ചിക്കകത്തുള്ള സാധനമല്ലേ ഉള്ളൂ. ഒരു കിലോയാണ്. ഏതെടുത്താലും 10 രൂപ. നല്ല തക്കാളിപ്പഴം കിലോ 15 രൂപ കേട്ടോ. നല്ല നോക്കിയാലോ 2 കിലോ എടുക്കും. നമ്മുടെ മാർക്കറ്റിലെല്ലാം പോയി കറങ്ങി സാധനം വാങ്ങിച്ചോണ്ട് വന്നാൽ കേട്ടോ. അമ്മയൊക്കെ കമ്പത്തിന് പോയിട്ട് വന്നോ ഇനി? ഇത് അടുക്കള മാർക്കിൽ പച്ചക്കറി ഉണ്ടല്ലോ. ഇതെന്നാ വെച്ചാൽ ഇതിന് മാത്രം പച്ചക്കറി മേടിച്ച ചന്തയിൽ പോയിട്ട് വിലക്കുറവുണ്ടോ? വിലക്കുറവ് ഇതല്ല. ഇത് ബീട്രൂട്ടിന് കിലോ 10 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് 3 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. നാളെ തൊട്ട് ബീട്രൂട്ട് തന്നെ ആയിരിക്കും ഇവിടെ. ഇത് 2 എണ്ണം 15 രൂപ. കോളിഫ്ലവറോ? ഇത് 2 എണ്ണം 15 രൂപ. ഈ ക്യാബേജിന് 10, ഇതിന് 25, 20 രൂപയുടെ പാവയ്ക്കത്. 20 രൂപയുടെ പാവയ്ക്ക അത്രയും 4 ദിവസം കറി വെക്കണമല്ലോ. 10 രൂപയുടെ. ഇത് രണ്ടും 10 രൂപയുടെ. 10 രൂപയുടെ മല്ലിയില, മുരിങ്ങയ്ക്ക 10 രൂപയുള്ളൂ. ഇത്ര എണ്ണം. 5-8 എണ്ണം ഉണ്ട്. 8 ഉണ്ടല്ലോ. ഇതിന് ചോളം, അതിനും 10 രൂപ. ഒരെണ്ണത്തിന് 10 രൂപ. സവോള 2.5 കിലോ 100, മുഴുത്ത സവോള. ചെറുതുണ്ട്, 4 കിലോ 100ന്റെ തൊട്ടുണ്ട്. അത് മറ്റേ ചെറുത്. കടലയ്ക്ക് 130. അതാ പൊട്ടുകടല, അതിന് 100 രൂപ. കിഴങ്ങിന് 2 കിലോയ്ക്ക് 60 രൂപ. മാതള നാരങ്ങ 120. തക്കാളി 15. നമുക്ക് തക്കാളി കുറെ ഇരിപ്പില്ലായിരുന്നു. കുറച്ചുണ്ടായിരുന്നു, പക്ഷെ 15 രൂപയല്ലേ ഉള്ളൂ. നമുക്ക് ആ പ്ലാന്റിലെ ചെറുക്കനും ക്യാപ്സിക്കത്തിന് മാത്രം കിലോ 50 രൂപ. ഇത്തിരി വില കൂടുതലല്ലേ? ക്യാരറ്റിന് വിലയായിരുന്നു. ക്യാരറ്റിന് 40. അതിന് വലിയ വിലക്കുറവില്ല. ചെറുതുണ്ട്, മറ്റേ 10ന്റെ 20ന്റെ ഒക്കെ ഉണ്ട്. അത് ചെറുതാ, എണ്ണം കുറഞ്ഞത്. നീ ഇതെല്ലാം കൂടെ വെച്ച് എത്ര ദിവസം കൊണ്ട് തീർക്കും? ഇതൊരു മാസം ഇരിക്കുമല്ലോ. ഇതൊരു മാസത്തേന് കാണും. ഇതുണ്ട്, അത് മറ്റേ ഇത് ഗ്രീൻ ബീൻസിന്റെ പച്ച. ഗ്രീൻ ബീൻസിന്റെ പച്ച അല്ലേ? 10 രൂപ ഒരു കവറിന്. 100 ഗ്രാം വെച്ചാൽ കാണുള്ളൂ. കറി കിട്ടാൻ നല്ലതായിരിക്കും. പച്ചക്കറി ഇവിടെ എവിടെയാ ഏറ്റവും നല്ല കടലയായിരുന്നു. കടലയോ? ഇത് പച്ച ഗ്രീൻ ബീൻസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അത് നല്ല മുഴുത്തതാ. ഇനി എല്ലാവരും കൂടെ വാരി ഇട്ട് വെക്കാൻ സ്ഥലം കാണുന്നുണ്ട്. കൊച്ചിനകത്ത് ഇടയുണ്ടോ? ഇതെന്തിനാണ് മുറിച്ച് കളയുന്നത്? മുറിച്ച് കളഞ്ഞതല്ലട്ടാ, ഇതിന്റെ ഈ മണ്ടലത്തെ ഈ ഇതുണ്ടല്ലോ എല്ലാം നിന്ന തണ്ട്. ഇത് മുറിച്ച് കളഞ്ഞിട്ട് ഫ്രിഡ്ജിലിട്ട് വെക്കുക. കവറിനകത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറേ നാള് കേടാകാതിരിക്കും. പിന്നെ മുറിച്ച് വെക്കാം. അതന്നെ വലിയ ബീട്രൂട്ടാണ്. അല്ല, അതെ സെയിം വലുപ്പമാണ്. ഇന്ന് പുതിയ പച്ചക്കറികളെല്ലാം കൊണ്ടുവന്നപ്പോൾ കുഞ്ഞി ഉണ്ടാക്കിയ ഒരു സാലഡാണിത്. നമുക്ക് പച്ചക്കറിയൊക്കെ ധാരാളം ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം.